നിങ്ങൾ കിണറ്റിലെ മോട്ടർ ഓഫ് ചെയ്യുന്നില്ല. കുറേ നേരം ആകുമ്പോഴത്തേക്ക് ആ മോട്ടറിൽ മണ്ണ് കയറും, കിണറ്റിലെ വെള്ളം വറ്റുമല്ലോ, മോട്ടർ കേടാവും, കത്തിപ്പോവും. അമിതമായാൽ എന്തും നഷ്ടം തന്നെയാണ്, അപകടവും കൂടിയാണ്. അമൃതാണെങ്കിൽ പോലും അമിതത്വം വിഷമായി തീരും എന്നതുപോലെ ചെറിയ പ്രായം മുതൽ തന്നെ, പ്രത്യേകിച്ചും ഇന്നേ കാലത്ത് കുട്ടികൾ മുതൽ, അത് പെൺകുട്ടിയാണെങ്കിലും ശരി തന്നെ, ആൺകുട്ടിയാണെങ്കിലും ശരി തന്നെ, മുതിർന്നവരാണെങ്കിലും ശരി തന്നെ, പ്രായഭേദമന്യേ അമിതമായിട്ടുള്ള സ്വയംഭോഗം ചെയ്യുന്നതായിട്ട് അറിയുന്നു. തീർച്ചയായിട്ടും ഒബ്സസീവ് കമ്പൽസീവ് മാസ്റ്റർബേഷൻ എന്നൊരവസ്ഥയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം തന്നെ പല ആവർത്തി ബ്ലൂ ഫിലിംസ് കാണുക, സ്വയംഭോഗം ചെയ്യുക എന്നത് ഒരിക്കലും നല്ലതല്ല. ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും നമ്മിൽ സൃഷ്ടിക്കുന്നത് അമിതമായിട്ടുള്ള സ്റ്റിമുലേഷൻസ് ആണ്. ഇപ്പോഴും ലൈംഗികതയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, സ്ത്രീകളെ സുഖഭോഗ വസ്തുക്കളായി മാത്രം കാണുക, അല്ലെങ്കിൽ തിരിച്ച് പുരുഷന്മാരെ അങ്ങനെ എന്ന ഒബ്സസീവ് തിങ്കിങ്, തീർച്ചയായിട്ടും അത് വളരെ വളരെ ഡേഞ്ചറസ് തന്നെയാണ്. അത് ഡിപ്രഷനിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ന്യൂറോട്ടിക് ആയിട്ടുള്ള ഒരുപാട് രോഗാവസ്ഥകൾ, മാനസിക തലത്തിൽ ഒത്തിരി വിഭ്രാന്തിയും, ഓരോരുത്തരുടെ മനസ്സിൽ ഒരുപക്ഷെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്ന ചില വൈകാരികമായിട്ടുള്ള വിക്ഷോഭം, മാനസിക ആഘാതം, അല്ലെങ്കിൽ നിരാശ, അല്ലെങ്കിൽ ബോറ് എന്നുള്ള അവസ്ഥയ്ക്ക് പകരം വയ്ക്കുന്നത് പിന്നെ ശീലമായി മാറുന്നു അമിതമായിട്ടുള്ള സ്വയംഭോഗം. പിൽക്കാലത്തും ദാമ്പത്യ ജീവിതത്തെ ഇത് വളരെ ദോഷമായിട്ട് ബാധിക്കും. കൂടാതെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ധാരാളമായിട്ട് വരുന്നതിന് സാധ്യത ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അമിത സ്വയംഭോഗം മാറ്റിയെടുക്കുക തന്നെ വേണം. അപ്പം നിങ്ങൾക്ക് സ്വയം അങ്ങനെ പറ്റുന്നില്ല, രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ട നിങ്ങളുടെ സ്വകാര്യ വിഷയവും കൂടിയാണ് അമിത മാസ്റ്റർബേഷൻ, സ്വയംഭോഗം. പിന്നീട് ഇതൊരു ശീലമാണ്, അഡിക്ഷൻ ആവുകയാണ്, സെക്സ് അഡിക്ഷൻ ആവുകയാണ്. ഏത് നേരവും ലൈംഗികതയെക്കുറിച്ച് തന്നെയുള്ള ചിന്ത, ഇപ്പോഴും ഈ ഒരു കാര്യം കാണുക, സ്വയംഭോഗം ചെയ്യുക എന്നുള്ള പ്രവണത തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഏകാഗ്രത കിട്ടത്തില്ല. പ്രത്യേകിച്ചും പഠിക്കുന്ന കുട്ടികൾ, വളരുന്ന യുവാക്കൾ, അവരുടെ ക്രിയേറ്റിവിറ്റി, കൺസ്ട്രക്റ്റിവിറ്റി, പ്രൊഡക്റ്റിവിറ്റി ഒക്കെ നഷ്ടമായി പോകും. ഇന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു പ്രായം മുതൽ തന്നെ മൊബൈൽ ഫോണിലൂടെയും മറ്റും, ഇന്ന് ഗൂഗിൾ TV ഒക്കെ കണക്റ്റഡ് ആണ്, വൈഫൈ ഒക്കെ ഉണ്ട്, യൂട്യൂബൊക്കെ എപ്പോഴും എന്തും കാണാം. അതിനാൽ നേരത്തെയുള്ള കാലങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ദിനം പ്രതി ഒബ്സസീവ് കമ്പൽസീവ് മാസ്റ്റർബേഷൻസ്, ഒബ്സസീവ് തിങ്കിങ്, ഓവർ തിങ്കിങ് ഒക്കെ വളരെ കൂടി വരികയാണ്. അപ്പം അത് അതിപ്രസരമായിപ്പോയി. തീർച്ചയായിട്ടും ശാരീരികം, മാനസികം, വൈകാരികം, നമ്മുടെ നരമ്പിൻ്റെ ആരോഗ്യം, നമ്മുടെ ലൈഫിനെ ടോട്ടലി ഇത് ഡാമേജ് ചെയ്യുകയാണ്. അതിനാൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധി നമുക്ക് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിൽ വളരെ ശാസ്ത്രീയമായിട്ട്, സുരക്ഷിതമായിട്ട്, യാതൊരു മരുന്നുമില്ലാതെ നിങ്ങളിലെ ഇത്തരം രഹസ്യ സ്വഭാവങ്ങൾ, ഇത്തരം ശീലം മാറ്റിയെടുക്കാം. ഇത്തിരി ക്ഷമ കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
കുറേശ്ശെ ആയിട്ട് നമുക്കിത് മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ ഇത് അപകടമാണ്, വെച്ചുകൊണ്ടിരിക്കരുത്. വീണ്ടും 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 ഇത് കാണാനുള്ള പ്രവണതയും കൂടുതൽ സ്വയംഭോഗത്തിന് അടിമപ്പെടുകയും തീർച്ചയായിട്ടും അത് ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷനിൽ കൊണ്ടെത്തിക്കാം. ഉദാഹരണശേഷി കുറവ്, സ്ത്രീകളിൽ പിന്നീടുണ്ടാകുന്ന ഫ്രിജിഡിറ്റി, മരവിപ്പ്, ലൈംഗിക മരവിപ്പ് തുടങ്ങി മാനസിക തലങ്ങളിൽ തീർച്ചയായിട്ടും ഇത് വിഷാദത്തിൽ കൊണ്ടെത്തിക്കും. കാരണം ഈ കിണറ്റിലെ വെള്ളം കോരി വരുമ്പോൾ അത് വറ്റിപ്പോകുന്ന പോലെ കണ്ടമാനം നമ്മൾ എക്സൈറ്റ്മെൻറ്റ്, ആശ്ചര്യഭാവം സൃഷ്ടിക്കുന്നു. കാരണം അമിതമായിട്ടുള്ള സന്തോഷം നൽകുന്നതായിട്ടുള്ള ഹോർമോൺസ് നമ്മുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ഇത്തരം വീഡിയോസ് കാണാനുള്ള പ്രവണതയും അതോടൊപ്പം തന്നെ സ്വയംഭോഗം ചെയ്യുന്ന അവസ്ഥയും. അപ്പം ഇത് പ്രിമച്വർ ഇജാക്കുലേഷൻ, പിന്നീട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ശീഘ്രസ്ഖലനം, സെമൻ അധികം അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി വിഷയങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായിട്ട് ബയോളജിക്കലായിട്ട് ഒരുപാട് വിഷയങ്ങൾ സൃഷ്ടിക്കും. ദയവേത് നിങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരം റിലേറ്റഡ് വീഡിയോസ് കാണാതിരിക്കുക. യൂട്യൂബിൽ എന്തിനും ഏതിനും ഇപ്പോൾ അമിതത്വം മാറിയിരിക്കുന്നു. അതിനാൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഹെൽപ്പ് നേടുക. രഹസ്യമാണ്, സീക്രട്ടായിട്ടുള്ള കാര്യം തന്നെയാണ്, നിങ്ങളുടെ ആരോഗ്യമാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുക. ഇന്ന് വളരെ കൊച്ചു കുട്ടികളുടെ ഇടയിൽ പോലും ഇത്തരം ദുശ്ശീലം വളരെ അധികരിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് സ്വയംഭോഗം എക്കാലവും ഉണ്ട് മനുഷ്യരുടെ ജീവിതത്തിൽ. എന്നാൽ ഇത് വളരെ കൂടിപ്പോയി, അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിനാൽ വളരെ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും എന്നെ വിളിക്കാം 9605743596. രഹസ്യമായിട്ട് തന്നെ നമുക്ക് NP സ്കൂൾ ഓഫ് തോട്ട്സ് മുഖത്തലയിലാണ്. ഞാൻ കൊല്ലം അയത്തിൽ മുഖത്തലയിൽ നമുക്ക് സെൻ്ററുണ്ട്. അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റലിലെ സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾക്ക് രഹസ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മുഖത്തല സെൻറ്ററിൽ കൈകാര്യം ചെയ്യാം. ഹോസ്പിറ്റലിൽ പ്രത്യേക റൂം, കാര്യങ്ങൾ, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഇത് മാറ്റണം, അതിന് അശാസ്ത്രീയമായിട്ടുള്ള ഈ ഓൺലൈൻ വഴിയും അങ്ങനെ പോകരുത്. മാത്രവുമല്ല, ഇത് ടെക്നിക്സ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ സ്റ്റിമുലായി അത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്നുള്ള കുറേ ലൈംഗിക ഉപദേശങ്ങൾ യൂട്യൂബ് വഴി കേൾക്കുന്നുണ്ട്. അതൊന്നും ശാസ്ത്രീയമല്ല, അങ്ങനെയൊന്നും ഗുണം ചെയ്യത്തില്ല. ഇത് ഭീകരമായ അഡിക്ഷനാണ്. അതിന് നിങ്ങൾക്ക് നല്ല സഹായം വേണം, സപ്പോർട്ട് വേണം. അതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒത്തിരി മൊഡാലിറ്റീസ് ഉണ്ട്, സിസ്റ്റംസ് ഉണ്ട്. നേരിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വരിക NP സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക്. മുഖത്തലയിലാണ്. തീർച്ചയായിട്ടും അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി, അമിതമായിട്ടുള്ള സ്വയംഭോഗം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പോൺ വാച്ചിങ്, ബ്ലൂ ഫിലിം വാച്ചിങ്. അപ്പോൾ ഇത് പിന്നീട് കുറ്റബോധമാണ്, സമയം കൊല്ലി സാധനമാണ്, വീണ്ടും വീണ്ടും കാണാനുള്ള പ്രവണതയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റില്ല. എല്ലായ്പ്പോഴും നിങ്ങളുടെ തലയ്ക്കകത്ത് പിന്നെ ഓടുന്നത് ഈ ചിന്തയായിരിക്കും. എപ്പോഴും സെക്സിനെ കുറിച്ചുള്ള ചിന്ത. നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ വ്യക്തി ജീവിതം നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കൊണ്ട് എത്തിക്കുന്നു. ഇന്ന് വളരെ 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 അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് ആരോഗ്യകരമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം. ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് കൈവിട്ടുപോയി. അതിനാൽ ഇതിൽ നിന്ന് മുക്തി നേടണം എന്ന് സ്വയം ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ അടുത്ത് വരാം. തീർച്ചയായിട്ടുള്ള പ്രതിവിധി കിട്ടും. ക്ഷമ കാണിക്കണം. സ്ലോലി നമുക്ക് മാറ്റിയെടുക്കാം. എന്ത് ദുശ്ശീലവും നമുക്ക് മാറ്റിയെടുക്കാം. ക്ഷമ കാണിക്കുക. NP സ്കൂൾ ഓഫ് തോട്ട്സിലേക്ക് വരിക. 100% ഔഷധരഹിതമാണ്, മരുന്നില്ല, സേഫാണ്, സയൻറ്റിഫിക്കാണ്, സുരക്ഷിതമാണ്. നിങ്ങളുടെ സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് പ്രത്യേക അപ്പോയിൻമെൻറ്റ്സ് തന്ന് മാത്രമേ ഇവിടെ നോക്കുകയുള്ളൂ. അതിനാൽ വരിക. വെൽക്കം.